ഭർത്താവ് മരിച്ചാൽ മൂലക്കിരിക്കണം, മഞ്ഞിൽ കളിക്കാനല്ല പോകേണ്ടത്. മണാലിയിൽ പോയി സോഷ്യൽ മീഡിയയിൽ വൈറലായ നഫീസ് ഉമ്മയുടെ യാത്രയെ വിമർശിച്ച് ഒരു മുസ്ലിം മതപണ്ഡിതൻ നടത്തിയ വിമർശനമാണിത്, വാക്കുകളാണിത്. നഫീസ് ഉമ്മയ്ക്കെതിരെ മോശം പരാമർശം നടത്തിയ പ്രസംഗത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ്. അതിനെതിരെ വലിയ വിമർശനവും ഉയരുന്നുണ്ട്. നഫീസ് ഉമ്മയെ പിന്തുണച്ചുകൊണ്ടും നിരവധി ആളുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ രംഗത്തെത്തുന്നത്. ഇതോടെ ഇയാൾക്കെതിരെ രൂക്ഷ വിമർശനം ഉയർന്നതിന് പിന്നാലെ നഫീസ് ഉമ്മയ്ക്ക് പിന്തുണയും ഏറുകയാണ്. 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ടുണ്ട്. ഒരു വല്യമ്മ മഞ്ഞ് വാരിങ്ങനെ ഇടാണ് മൂപ്പത്തി. 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ട് ഏതെങ്കിലും മൂലക്കിരുന്നിട്ട് ദിക്റും സലാത്തും ചെല്ലുന്നതിന് പകരം നങ്ങങ്ങ് ദൂരെ മഞ്ഞ് പെയ്യുന്ന ഒരു നാട്ടിൽ പോയിട്ട് മഞ്ഞ് വാരിയിട്ട് ഫാത്തിമോ ആവാ ഖദീജോ ആവാ ഇതൊക്കെയാണ് ജീവിതം എന്നും പറഞ്ഞിട്ട്. വിശദാംശങ്ങളുമായി ആയിഷത്തുൽ ഷംന ചേരുന്നുണ്ട്. ഷംന, സാധാരണഗതിയിൽ സ്ത്രീകൾക്കെതിരെ ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിമർശനം ഉയരാറുണ്ട്. അതിനെ അനുകൂലിച്ചും എതിർത്തുമൊക്കെ നിരവധി ആളുകൾ രംഗത്തെത്താറുണ്ട് സമൂഹ മാധ്യമങ്ങൾ. പക്ഷേ ഈ നഫീസ് ഉമ്മയ്ക്കെതിരായ ഈ മതപണ്ഡിതന്റെ വിമർശനത്തിന് വലിയ രീതിയിലുള്ള എതിർപ്പാണ് സോഷ്യൽ മീഡിയ നടത്തുന്നത്. മാത്രമല്ല നഫീസ് ഉമ്മയ്ക്ക് വലിയ പിന്തുണയുമേറുന്നു. എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത്? നഫീസ് ഉമ്മയുടെ ആ മണാലിയിലുള്ള ആഘോഷം വളരെ രസകരമായിരുന്നു. എന്തുകൊണ്ടാണ് ഈ മുസ്ലിം മതപണ്ഡിതൻ അതിനെ വിമർശിക്കുന്നത്? ടോം, ഡിസംബർ 11-ാം തീയതിയായിരുന്നു നഫീസ് ഉമ്മ മക്കളോടൊപ്പം മണാലിയിലേക്ക് യാത്ര പോയത്. ആ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം വൈറലായി ഒരുപാട് പേർ ഷെയർ ചെയ്ത ഒരു വീഡിയോ ആണ്. കാരണം 55 വയസ്സുള്ള ഒരു ഉമ്മ അന്യനാട്ടിൽ പോകുന്നു, സന്തോഷത്തോടെ ഇരിക്കുന്നു. അതിലുപരി മറ്റുള്ളവർക്ക് ആ യാത്രയ്ക്കും നമുക്ക് അങ്ങനെയൊക്കെ പോവാൻ, എപ്പോഴും ജീവിതം ഒതുങ്ങിപ്പോവേണ്ടതല്ല, അല്ലെങ്കിൽ ഒരു മുറിക്കുള്ളിൽ ഒതുക്കി വെക്കേണ്ടതല്ല, ആഘോഷിക്കാനുള്ളതാണെന്നൊക്കെയുള്ള വലിയൊരു സന്ദേശം, വലിയൊരു സന്തോഷം നൽകുന്ന ഒരു വീഡിയോ അത് ഭയങ്കരമായിട്ട് വൈറലായിരുന്നു. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഈ കാന്തപുരം വിഭാഗത്തിലെ നേതാവും മതപണ്ഡിതനുമായ ഇബ്രാഹിം സഖാഫി രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് ഈ നഫീസ് ഉമ്മയുടെ ഭർത്താവ് 25 വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടതാണ്. അതായത് നഫീസ് ഉമ്മ ഒരു വിധവയാണ്. ഈ വീടിന്റെ മൂലയിൽ, അതായത് ഭർത്താവ് മരിച്ച് വീടിന്റെ മൂലയിൽ പ്രാർത്ഥനയുമായി ദിക്റും സലാത്തും ഒക്കെ ചൊല്ലിയിരിക്കേണ്ട ഒരു പ്രായത്തിൽ ഇങ്ങനെ അന്യ നാട്ടിലൊക്കെ പോയി, ഏതോ ഒരു നാട്ടിൽ പോയി മഞ്ഞിൽ കളിക്കാൻ പോയതാണ് എന്നാണ് വിമർശനം. ഏതോ ഒരു വീടിന്റെ ഒരു മൂലയിൽ പ്രാർത്ഥനയുമായി ഒതുങ്ങി നിൽക്കേണ്ടതിന് പകരം വേറെ നാട്ടിൽ പോകുന്നു, മഞ്ഞിൽ കളിക്കുന്നു, ഇങ്ങനെയൊക്കെയാണ് സമൂഹം പോകുന്നത് എന്ന തരത്തിലുള്ള ഒരു മെസ്സേജ്, അല്ലെങ്കിൽ അതിനെ വളരെയധികം നെഗറ്റീവ് ആക്കുന്ന തരത്തിൽ സ്ത്രീകൾ അങ്ങനെ ഒതുങ്ങിയിരിക്കേണ്ടവരാണ്, അവരങ്ങനെ പുറത്തൊന്നും പോവേണ്ട, അവരുടെ ആഘോഷം വീടിനുള്ളിൽ മതി എന്നൊക്കെയുള്ള ഒരു എന്താ പറയാ, അത്രയധികം ഒരു ഈ നമ്മളെപ്പോഴും പറയില്ലേ പുരുഷാധിപത്യത്തിന്റെ ലോകം എന്നൊക്കെ, അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള വിമർശനമാണ് ഈ നഫീസ് ഉമ്മയുടെ യാത്ര വൈറലായതിനു പിന്നാലെ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. വലിയ രീതിയിലുള്ള വിമർശനമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നത്. കാരണം എല്ലാ കാലത്തും സ്ത്രീകൾക്കെതിരെ, പ്രത്യേകിച്ച് മുസ്ലിം മതത്തിലെ സ്ത്രീകൾക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ, അല്ലെങ്കിൽ സൈബർ ഇടത്തൊക്കെ അവർ വലിയ രീതിയിൽ ഹിറ്റായി വരുമ്പോൾ, അല്ലെങ്കിൽ പുതിയൊരു ജോലി മേഖലയിലേക്കോ മറ്റേതെങ്കിലും മേഖലയിൽ മുസ്ലിം വിഭാഗത്തിലെ സ്ത്രീകൾ ഉയർന്നു വരുമ്പോൾ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ പതിവാണ്. അത് നേരത്തെ തന്നെ മുസ്ലിം ലീഗിന്റെ അടക്കം അല്ലെങ്കിൽ സമസ്തയുടെ അടക്കം നേതാക്കളുടെ ഭാഗത്ത് നിന്ന് അത്തരം ഒരുപാട് പരാമർശങ്ങൾ നമ്മൾ നേരത്തെ മുതൽ തന്നെ കണ്ടതാണ്. പക്ഷെ കഴിഞ്ഞ ഡിസംബർ 11-ാം തീയതി മണാലിയിൽ പോയി ഏകദേശം ആ സമയത്ത് തന്നെയാണ് ഈ വീഡിയോ വൈറലാവുന്നത് നഫീസ് ഉമ്മയുടെ. അന്ന് തൊട്ട് ഈ വീഡിയോയിൽ വളരെയധികം പോസിറ്റീവായ കമൻസ് ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. അത് വളരെ പോസിറ്റീവായിട്ടാണ് എല്ലാവരും ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ പെട്ടെന്ന് ഒരു ദിവസം ഇപ്പോൾ അത് നെഗറ്റീവായിരിക്കുകയാണ്. അത് ഒരു ഉസ്താദിന് എങ്ങനെയാണ് ഇത്രയധികം അതിനെ നെഗറ്റീവാക്കി പറയാൻ കഴിയുന്നത് എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചോദിക്കുന്നത്. കാരണം ഒരു തരത്തിൽ സ്ത്രീകൾ മുന്നോട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ അവർ ആഘോഷിക്കുമ്പോൾ, ജീവിതം അവർ സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ അതിൽ അസൂയപ്പെടുന്ന, അല്ലെങ്കിൽ അതിലൊരു തരം വെറുപ്പ് കണ്ടെത്തുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് എന്ന തരത്തിലാണ് സോഷ്യൽ മീഡിയയിലുള്ള ചർച്ചകൾ. വലിയ രീതിയിലുള്ള വിമർശനമാണ് ഇബ്രാഹിം സഖാഫിക്ക് നേരെ ഉയരുന്നതും. കാരണം എല്ലാ കാലത്തും എത്ര കാലം സ്ത്രീകളെ ഇങ്ങനെ അടിമകളാക്കി വെക്കും, അല്ലെങ്കിൽ ഒരു മുറിക്കുള്ളിൽ അടച്ചിടുമെന്നാണ് ഈ സോഷ്യൽ മീഡിയയിൽ വരുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ സ്ത്രീകൾ എല്ലാ മേഖലയിലും ഉയർന്നു വരുന്ന, ജോലി കാര്യത്തിലായിക്കോട്ടെ രാഷ്ട്രീയത്തിലായിക്കോട്ടെ എല്ലാ മേഖലയിലും
സമൂഹത്തിലും സ്ത്രീകൾ അവരവരുടേതായ പ്രാതിനിധ്യം അല്ലെങ്കിൽ അവരുടെ കഴിവുകൾ അവരുടെ സന്തോഷമൊക്കെ കണ്ടെത്തുമ്പോൾ പിന്നോട്ടടിക്കുന്ന നേതാക്കൾ അത് പ്രത്യേകിച്ച് ഒരു മതവിഭാഗത്തിൽ നിന്ന് വ്യക്തമാണ്. ഷംന സൂചിപ്പിച്ചതുപോലെ അവരാഘോഷിക്കട്ടെ എന്നേ. കാരണം വിധവയായി എന്ന് വെച്ച് ജീവിതത്തിന് ആഘോഷം പാടില്ല എന്ന ചില മതപണ്ഡിതരുടെ നിലപാട് അതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. കാരണം കാലം മാറിയെന്ന് ഇതുപോലുള്ള മതപണ്ഡിതർ തിരിച്ചറിയണം. നഫീസുമ്മയെ പ്രത്യേകിച്ചും വിധവയായി 25 വർഷത്തോളം ജീവിച്ച നഫീസുമ്മയെ ചേർത്ത് നിർത്തുകയാണ് ഇതുപോലുള്ള മതങ്ങൾ ചെയ്യേണ്ടത്. അവർക്ക് ആഘോഷിക്കാനുള്ള അവസരം ഒരുക്കുകയാണ് ചെയ്യേണ്ടത്.